ഇതിനൊക്കെ എന്താ പറയുക, കേട്ടല്ലോ അല്ലേ? ലീഗ് ഭരിക്കും കേരള മണ്ണ്. ആരും ഒന്നും മിണ്ടരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതര പാർട്ടിയാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇപ്പോഴും കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാർ, എടുത്തു പറയുകയാണെങ്കിൽ CPM സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ടീമുകാർ BJPക്ക് സപ്പോർട്ടാണെന്നാണ്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറം കോൺഗ്രസ് പോവില്ല എന്നുള്ളത് അവരുടെ മുദ്രാവാക്യത്തിൽ നിന്നും അവരുടെ രീതികളിൽ നിന്നും വ്യക്തമാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവൻ സംഘി, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്തായാലും എടാ മണ്ടന്മാരെ, നീയൊക്കെ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണെങ്കിൽ കേരളത്തിൽ BJP വളരുകയുള്ളൂ. ഇത് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നുമല്ല, കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചതിന്റെ വിജയാഘോഷമാണ്. ഇങ്ങനെ പറയുമ്പോൾ കുറെ എണ്ണം കമന്റ് ബോക്സിൽ ഒന്ന് കുരുപൊട്ടിക്കും. നിനക്കെന്താടാ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടാൽ മനസ്സിലാവത്തില്ലേ? സുഹൃത്തെ, UDF അല്ലേ ജയിച്ചത്, അപ്പൊ കോൺഗ്രസിന്റെ കൊടിയല്ലേ കൂടുതൽ കാണേണ്ടത്? ഇത് എന്തുവാടേ? എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, ഈ അടുത്തായിട്ട് കുറേ അധികം വീഡിയോസിൽ മുസ്ലിം ലീഗ് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, മനസ്സിലാക്കേണ്ടവരും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. ഞാനൊരാൾ പ്രതികരിച്ചുകൊണ്ടൊന്നും ആയില്ല, കാരണം എൻ്റെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എത്രമാത്രം ഇവന്മാർ എക്സ്പോസ്ഡ് ആവുന്നുണ്ടെന്ന് ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. എനിക്ക് ഈ പറയുന്ന പോലെ തെറിവിളികളും ഒരുപാട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഭൂരിപക്ഷം ആവുന്നതിന് മുന്നേ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ ഈ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ, അതായത് ഇവർ കോൺഗ്രസ്സിലെ 22 സീറ്റോടുകൂടി കോൺഗ്രസ്സിൽ പിടിച്ചു നിന്നിട്ടാണ് ഈ ഷോ ഓഫ് എങ്കിൽ, ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഭരിക്കുന്നത് തന്നെ മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും പിന്നെ ഉള്ള അതർ പാർട്ടി, അതായത് BJPയും കൂടെ ആയിക്കോട്ടെ, ഇവരോടൊക്കെയാണ്, നിങ്ങൾ തന്നെ തീരുമാനിക്കൂ കേരളത്തിൽ മുസ്ലിം ലീഗ് വളരണോ വേണ്ടയോ. ഇതൊക്കെ കണ്ട് പ്രതികരിക്കാൻ ആരെങ്കിലും ഒരാൾ ഇവിടെ വേണ്ടേ? ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.